ഇന്ത്യക്ക് 50% അധിക തീരുവ US ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായി കേരളത്തിലെ കയറ്റുമതി രംഗം. ആകെ കയറ്റുമതി വരുമാനമായ 40,000 കോടിയിൽ 70% വരുന്ന മത്സ്യ കാർഷികോൽപ്പന്നങ്ങളെ അധിക തീരുവ സാരമായി ബാധിക്കും. മറ്റൊരു വിപണി കണ്ടെത്തിയാലും US വിപണിയിൽ ഉണ്ടാകുന്ന നഷ്ടത്തിന് പകരമാവില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. അധിക തീരുവ കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കാൻ ചർച്ച സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. തുണിത്തരങ്ങൾ, കയറുൽപ്പന്നങ്ങൾ, തേയില, കശുവണ്ടി, സുഗന്ധദ്രവ്യങ്ങൾ, ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ, ഫർണിച്ചർ തുടങ്ങിയവയാണ് കേരളത്തിൽ നിന്നും പ്രധാനമായും US വിപണിയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾ. ഒരു വർഷം കേരളത്തിൽ നിന്നും US കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കിങ്ങനെ. കഴിഞ്ഞ ആഴ്ചയിൽ 25% തീരുവ ഏർപ്പെടുത്തിയതോടെ ഈ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രതിസന്ധിയിലായിരുന്നു. 50% അധിക തീരുവ കൂടി ഏർപ്പെടുത്തുമ്പോൾ ആകെ താരിഫ് ഇപ്രകാരമാകും. അധിക തീരുവ കേരളത്തിന്റെ കയറ്റുമതി വ്യവസായത്തിന് നട്ടെല്ലൊടിക്കുമെന്നർത്ഥം. പകരം വിപണി കണ്ടെത്തിയാലും തിരിച്ചടിയുടെ ആഘാതം കുറക്കാനാകില്ല. ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ മാർക്കറ്റുകളോടായിരുന്നു ഇന്ത്യ ഇത്രയും കാലം മത്സരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് അവരെക്കാളും കൂടുതൽ ഇന്ത്യക്കാണ് കിട്ടിയത്. ഇതിലിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ലീവറേജ് എടുത്തിട്ട് എങ്ങനെ ആ മാർക്കറ്റിന് എക്സ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നോക്കേണ്ടത്. തീരുവ എങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കാൻ ഈ മാസം 16 ടേബിൾ ഡിസ്കഷൻ നടത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേരള ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിൽ നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ് ഉണ്ട്, നമുക്കറിയാം, ഗിഫ്റ്റ്. 16-ാം തീയതി നമ്മളൊരു വലിയ ഇന്ത്യയിലെ തന്നെ പ്രമുഖരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റൗണ്ട് ടേബിൾ, അക്കാഡമിക് മീൻസ് എക്സ്പോർട്ടേഴ്സ്, അക്കാഡമിക് എക്കണോമിസ്റ്റുകൾ, അങ്ങനെ ബന്ധപ്പെട്ടവരുടെ റൗണ്ട് ടേബിൾ വെക്കുന്നുണ്ട് കേരളത്തിൽ. അധിക ചിലവ് ഒഴിവാക്കാനായി US കമ്പനികൾ ഇന്ത്യക്ക് പകരം മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാൽ വിപണിയിലേക്കുള്ള തിരിച്ചുവരവ് പോലും സാധ്യമാകില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.